അവരിനെ ഒരിക്കലും തിരിച്ചു വരില്ല. തിരിച്ചു വരില്ലേ അതിൻ്റെ അർത്ഥം? അത് തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു ഇത്തരം റിസ്കുകൾ ഉണ്ടാവും. തനിക്കായിരുന്നു ഒരേ വാശി അവരെ അങ്ങോട്ട് അയക്കണമെന്ന്. കാൽവർട്ട് പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയല്ലേ. ശരി, താനൊരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഹാജരായിരിക്കണം. കാൽവർട്ട് പറഞ്ഞു, എനിക്ക് അത്ര വേഗം സഞ്ചരിക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ചീഫ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, തനിക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഹെലികോപ്റ്റർ അയക്കും, താൻ അതിലേ വരണം. ഇന്ന് രാത്രി 9 മണിക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്യും. കാൽവർട്ട് പറഞ്ഞു, ഒരുപാട് കാലത്തെ വെയിറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നു. അതോടെ ചീഫ് ഒന്ന് ഞെട്ടി. അദ്ദേഹം ചോദിച്ചു, റിസൈൻ ചെയ്യേ? അതെ, എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു മിഷൻ്റെ ഭാഗം അല്ലാതിരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. ഇന്നലെ രാത്രി ഞാൻ ഒരു ഒഫീഷ്യൽ മിഷൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇന്ന് പുലർച്ചയ്ക്ക് ഞാൻ അത്തരം ഒരു മിഷൻ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം, ഞാൻ റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്യുന്നതോടെ എനിക്ക് നിങ്ങളുടെ ഓർഡേഴ്സ് ഒന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചീഫ് ഒന്ന് തണുത്തു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്താണ് പിന്നെ താങ്കൾക്ക് ആവശ്യം? കാൽവർട്ട് പറഞ്ഞു, ഇന്നലെ രാവിലെയാണ് ഞങ്ങളിവിടെ എത്തിയത്. 24 മണിക്കൂറിനകം ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇല്ല. ഇന്നലെ രാത്രി അതവിടെ നിന്ന് ആങ്കർ റിലീസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് മിക്കവാറും വടക്കോട്ട് യാത്രയായിട്ടുണ്ടാവും. എനിക്കത് കണ്ടുപിടിക്കാനും ബാക്കി ഇൻഫർമേഷൻസിനും 48 മണിക്കൂറും കൂടി സമയം തരണം. അല്ലാതെ ഇന്ന് രാത്രി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യും. ചീഫ് പറഞ്ഞു, ശരി, 48 മണിക്കൂർ അനുവദിച്ചിരിക്കുന്നു. അങ്കിൾ ആർദറുമായിട്ടുള്ള സംസാരം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ നല്ലപോലെ ഫയർ ചെയ്തു, അവസാനം തണുത്തു. 48 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്തിന്? നാൻഡസ്വിൽ കണ്ടുപിടിക്കണം. എങ്ങനെ? ദൈവത്തിനറിയാം.